കുരിശിൽ കിടന്ന് യേശു 7 വചനങ്ങൾ പറഞ്ഞു. ഏറ്റവും ആദ്യത്തെ വചനം എന്താണ്? ലൂക്ക 23:34. ലോകമെമ്പാടുമുള്ളവർക്കും നമുക്ക് വേണ്ടിയും അന്ന് ഈശോയെ ക്രൂശിച്ചവർക്ക് വേണ്ടിയും ഈശോ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടിയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിച്ചേക്കണമേ. എൻ്റെ വകുപ്പ് എന്നതാ? 1 യോഹന്നാൻ 2 എന്നുണ്ട്. ഞാൻ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം എല്ലാവർക്കും വേണ്ടി, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ബുദ്ധമതക്കാർക്കും ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരന്മാർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പാപപരിഹാര ബലിയായിരിക്കുകയാണ്. അവരിതൊന്ന് വിശ്വസിച്ചാൽ മതി, യേശുവിനെ രക്ഷകനും നാഥനുമായി തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചാൽ മതി. അവർക്ക് സൗജന്യ പാപമോചനം, പരിശുദ്ധാത്മ അഭിഷേകം, നിത്യജീവൻ നൽകാൻ അനന്ത സ്നേഹമായ, അനന്ത നന്മയായ, അനന്ത കരുണയായ ദൈവം ഒരുങ്ങിയിരിക്കുന്നു, കാത്തിരിക്കുന്നു. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിൽ മുഴകളുള്ള 4 പേർക്ക് സൗഖ്യം. ഒരിക്കലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആദ്യകാലത്തെ ഒരു ധ്യാനം 100-200 പേര് കാണും. കയ്യിൽ മുഴയുള്ള ഒരാളെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. ആരും കൈവക്കാൻ പറഞ്ഞിട്ട് കൈവക്കിയില്ല. അപ്പോൾ ഇൻ്റർവൽ ടൈമിൽ താമസിച്ചുള്ള ധ്യാനമാണ്. ഒരാൾ പുറത്തോട്ട് ഇറങ്ങിച്ചെന്നിട്ട് അമേരിക്കയിൽ മിയാമിയിലുള്ള ഭാര്യയെ വിളിച്ചു. എടീ, നിൻ്റെ കയ്യിലെ മുഴ എങ്ങനെയാണെന്ന് നോക്കിക്കേ. അവൾ പറഞ്ഞു, അയ്യോ, അത് സുഖപ്പെട്ടിരിക്കുന്നല്ലോ. ഭർത്താവ് ധ്യാനം കൂടിയപ്പോൾ അമേരിക്കയിൽ രോഗശാന്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നീട് അവർ 2 പേരും കൂടെ വന്ന് ഇവിടെ താമസിച്ചുള്ള ധ്യാനം കൂടി. കൈ ഉയർത്തി കൈയടിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുന്ന ആർക്കെങ്കിലും മുഴ ഉണ്ടായിരുന്നു, ഇതിനകം സുഖപ്പെട്ടെങ്കിൽ കൈവക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ കേൾക്കുന്നവർക്കുള്ള സന്ദേശം ആകാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആർക്കെങ്കിലും കയ്യിൽ മുഴ ഉണ്ടായിരുന്നു, ശരീരത്തിൽ മുഴയെന്നാണ്, കയ്യിൽ മുഴയെന്നല്ല, ആർക്കെങ്കിലും ഉണ്ടായിരുന്നു, സുഖപ്പെട്ടു എന്നൊക്കെ നോക്കുക. ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞാൽ കൈവക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ സംബന്ധിക്കുന്നവർക്കുള്ള സന്ദേശമാണത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമിക്കാനും 67ഓളം പേർക്ക് കർത്താവ് കൃപ കൊടുക്കുന്നു. ക്ഷമ, 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 ക്ഷമിച്ച് ക്ഷമിച്ച് എളിമപ്പെട്ട് മാപ്പ് ചോദിച്ച് കുഞ്ഞിക്കൊടുത്ത് ക്ഷമ എന്ന പുണ്യം നമ്മൾ അഭ്യസിക്കണം. എല്ലാവർക്കും കുറ്റം വിധിക്കാനും എടുത്തു ചാടാനും തെറി പറയാനും അടിപിടി നടത്താനുമാണ് സാത്താൻ പ്രേരണ നിരന്തരം കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയും, നീ ഈശോയെ പോലെയാണ്. ഈശോയ്ക്ക് മുഖത്ത് തുപ്പിയപ്പോൾ തിരിച്ചു തുപ്പിയില്ല. 6000 ചമ്മട്ടടി ഏറ്റപ്പോൾ ഒന്നും എതിർത്തില്ല. അത് പിതാവിൻ്റെ ഹിതമായതുകൊണ്ട് സ്വീകരിച്ചു, പിതാവിൻ്റെ സമയമായതുകൊണ്ട് സ്വീകരിച്ചു. അതുകൊണ്ട് നിന്ദനം തെറ്റിദ്ധാരണ വരുമ്പോൾ മുറി അടച്ചിരുന്ന് പോയി നന്ദി പറയുക. 1/2 മണിക്കൂർ യേശുവിനെ പോലെയാകാൻ ഭാഗ്യം കിട്ടിയതിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പല നാളുകൾ ചെയ്യുമ്പോഴായിരിക്കും ക്ഷമയുടെ ഒരു നല്ല ശീലം സ്വന്തമാക്കുന്നത്. ക്ഷമയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉത്തമ ഉദാഹരണം മഞ്ഞാക്കിലച്ചൻ്റെ സഭ അതാന്ന് പറയാമോ? MSFS, മിഷണറി സൊസൈറ്റി ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് ദെ സാലസ്. അദ്ദേഹം വിൻസെൻ്റ് പോൾ ജീവിച്ച കാലത്ത് ജീവിച്ച ആളാണ്, സമകാലികർ. അപ്പോൾ ഒരച്ഛന് ട്രാൻസ്ഫർ കൊടുത്തപ്പോൾ അച്ഛൻ ബിഷപ്പിനെ ഒരുപാട് ചീത്ത പറഞ്ഞു. ആ ട്രാൻസ്ഫർ അച്ഛൻ ഇഷ്ടമില്ലായിരുന്നു. ബിഷപ്പ് ശാന്തമായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് വേറൊരാൾ ചോദിച്ചു, ബിഷപ്പിന് ഇതിന് മറുപടി പറയാൻ അറിയത്തില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ ഫ്രാൻസിസ് ദെ സാലസ് പറഞ്ഞു, ഞാൻ അനേക വർഷം ശ്രമിച്ചിട്ടാണ് ഈ ക്ഷമയെന്ന പുണ്യം ഇപ്പം കിട്ടിയത്. അതൊരാൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. ക്ഷമിക്കുന്നത് പുണ്യമാണ്, ഈശോയെ പോലെ ആകലാണ്.
അത് മനഃപൂർവ്വം നമ്മൾ പരിശീലിക്കണം. നമുക്ക് എതിരൂടുകൾ ദൈവം അനുവദിക്കും. അത് നമ്മളെ ക്ഷമയുടെ പ്രേക്ഷിതരും അപ്പസ്തോലരും ആക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഡിസ്ക് സംബന്ധമായ അസുഖം 4 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബ്രസ്റ്റിന് മുഴ, ബ്രസ്റ്റ് ക്യാൻസർ 7 പേരെ കർത്താവ് തൊടുന്നു, സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ.